ചേച്ചി ആ മിച്ചർ കൂടെ കളഞ്ഞത്. എടാ രാജേഷ്, ഇത് കളയണ, ഇതിരുന്നോളും. ഇരുന്നിട്ട് ഇപ്പം എപ്പോൾ വയ്ക്കാനാണ്? ഇനി പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ലൈസൻസ് ഒക്കെ കിട്ടി വരുമ്പോൾ ഒരു സമയം എടുക്കും. ഇതാകുമ്പോൾ ഇവൻ്റെ പന്നി എങ്ങനെ നിന്നോളും. എന്നാലും ഇത് കളയണ്ട. കളയ ചേച്ചി. ഇങ്ങോട്ടിട്. ഓടിയതോ അവളൊരു മദ്യവിരോധം. പരാതിക്കാർ വന്നേക്കണം. എന്താണ് വയറിളക്കാനുള്ള ഉണ്ണിയപ്പം വാങ്ങാൻ വന്നായിരിക്കും അല്ലേ? അത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ, ക്ഷമിക്കണം. ചേട്ടാ ക്ഷമിക്കണോന്ന്. ഒരാളുടെ കഞ്ഞിൽ മണ്ണ് വരച്ചിട്ട് ക്ഷമിക്കണോന്ന്. നല്ല കാമഡി. ഞാൻ പോണ്ട. ഓരോരോ വാണങ്ങളെ. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ. മിസ്റ്റേക്ക് എടീ, ഒരാളുടെ അന്നം മുടക്കാൻ സുഖ, അത് കൊടുക്കാനാ പാട്. ഞാൻ പറഞ്ഞില്ലേ, അറിയാതെ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിച്ചു. അതിൽ കൂടുതൽ ഇപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്ന് പോയി തരുമോ? കോപ്പ് പോ. ആ കൊച്ചിന് മാന്യത ഉള്ളോണ്ടാ അതിവിടെ വന്ന് നിന്നോട് മാപ്പ് പറഞ്ഞിട്ട് പോയത്. അതിനാ കൊച്ചിനെ ഇങ്ങനെ അപമാനിച്ചു വിട്ട് ഒട്ടും ശരിയായില്ല കേട്ടാ. ചേച്ചി എന്റെ സൈഡാണോ അവളുടെ സൈഡാണോ? ഞാൻ ന്യായത്തിന്റെ സൈഡാ. എന്തൊരു ഉടായ്പുണ്ടല്ലോ. നിന്നെ ഞാനേ ശരിയാക്കി തരാട്ടാ. രാജേഷിനെ കാലത്തോട്ട് ഇവിടെ അങ്ങ് കാണുന്നില്ല. എവിടെയാണെന്ന് അറിയാൻ പാടില്ല കേട്ടാ. അനന്താ എന്താ പലിശക്ക് കാശ് മേടിച്ച അന്തസ്സായിട്ട് തിരിച്ചു കൊടുക്കണപ്പാ. നിനക്കും ബാധകമാണത്. ഞാൻ നാളെ തരുമല്ല. ഏത് നാളെ? എല്ലാ ദിവസവും നാളെ ഉണ്ടല്ലോ. ഇതെവിടെ എന്റെ പൈസ? നാളെ തരാ. ഇതിപ്പോ ഒരാഴ്ചയായിട്ട് നാളെ എന്നല്ല നീ പറയണത്. ഞാനിതാ ഇങ്ങോട്ട് താമസം മാറണോ? വേണ്ട, നാളെ ഉറപ്പായിട്ട് തരും. രാമേട്ടോ, രാമേട്ടൻ പണ്ട് വെള്ളത്തിൽ മുങ്ങിയ കരിമീനൊക്കെ പിടിച്ചിട്ടില്ലേ? പിടിച്ചിട്ടില്ല, കുത്തിയെടുത്ത്. ഞാൻ പറഞ്ഞില്ലേ രാമേട്ടൻ പിടിച്ചിട്ടുണ്ട്. ഒരു ഈ വീതി എന്ത് നീളമുണ്ട്. കരിമീന ആടാ, ഞാൻ ചൂണ്ട വെള്ളത്തിലോട്ട് ഇട്ടതും തൊട്ടടുത്ത് അവൻ അങ്ങോട്ട് പൊങ്ങി. അപ്പൊ തന്നെ കൊടുത്തു അവന്റെ കുഞ്ചിക്കുഴിക്കിട്ട് കുത്തോറണം. എവിടെയിട്ട്? എടാ കുഞ്ചിക്കുഴി ഏതാണ്ട് ഇവിടെയായിട്ട് വരും. ആഹാ, ഊഞ്ഞാലാട്ടിയതാണല്ലേ? ആ ഇവിടെ കാശ് റെഡിയായ പിന്നെ സെറ്റ്. അടുത്ത മാസം തരാട്ടോ. അതന്നെ എനിക്ക് കോളേജ് ഫീസ് അടക്കാനുള്ള പുതിയ വണ്ടിയാ ഇന്ന് കാലത്ത് കിട്ടികള് എങ്ങനെയുണ്ട്? വെറും 2 ദിവസം ശമ്പളം. ഈ ഫുഡ് ഡെലിവറി പരിപാടിയൊക്കെ സെറ്റപ്പ് അല്ലേ? പിന്നല്ലാണ്ട് കളിക്കണ കളിയാണോ? വേറെ 5 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി, 12,000 രൂപ ഒപ്പിക്കാം. പക്ഷേ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ലടാ. അതിനെന്താണ്, ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോവാ പഠിക്കുക, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ ബൈക്ക് വേണ്ടേ? അതിനെന്താണ്, എൻ്റെ പഴയ ബൈക്കില് അടുത്തു. ഒരു കൈ നോക്കാല്ലേ? എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നീ വിട്ടോ. എടാ ഇനി 2 ദിവസം കൂടി ഉണ്ടല്ലോ, ബാക്കി ഇനി എന്നാ? ചേട്ടാ ഞാൻ നാളെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നില്ലേ. ഞാൻ എവിടെയും പോണില്ല, ഇവിടെ തന്നെ ഉണ്ട്. ബാക്കി തരാം. തന്നെ തരും. അയാളുടെ ഒരു കാര്യം വേണ്ട വേണ്ട. നമ്മുടെ തെക്കേതിലെ ജോമോനോട് പറഞ്ഞിട്ടൊരു വിസ സംഘടിപ്പിക്കാം. എന്നിട്ട് കുറച്ച് കാണുന്ന ഗൾഫിൽ ചെന്നിരിക്കും. അവിടെ ചെന്ന് നല്ലൊരു ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാശുണ്ടാക്കാം. ആ കാശ് കൊണ്ടുള്ള കടമെല്ലാം തീർത്തിട്ട് ബാക്കി കാശ് കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നല്ലൊരു ബിസിനസ് നമുക്ക് തുടങ്ങണം.
ഗൾഫിൽ പോയി അടിമപ്പണി എടുക്കുന്നത് ഞാനാ. എൻ്റെ പൊന്ന് വിഞ്ചേട്ടോ, ചെറുതാണെങ്കിലും ഞാനൊരു കമ്പനിയുടെ ഓണറാണ്, അത് നിങ്ങൾ മറക്കരുത്. പിന്നെ പ്രശ്നങ്ങളൊക്കെ ബിസിനസ്സിൽ പതിവാണ്. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് പിടിച്ചു നിൽക്കുന്നവൻ ഒരു ദിവസം വിജയിക്കും. എൻ്റെ ദിവസവും വരും. നിങ്ങൾ നോക്കൂ. ഈ കപ്പുറത്തും കാവർത്തും വിട്ടിട്ടില്ലേ നടക്കും. കാശ് കടം ചോദിക്കരുത്, 10 പൈസ എൻ്റെ കയ്യിലില്ല. അല്ല, അതിനല്ല, ഡ്രൈവിംഗ് പഠിക്കാൻ. എന്ത് കാറാ? ആ അല്ല, ബൈക്ക്. ബൈക്കാ? ബാ പഠിപ്പിക്കാല്ല. ഞാൻ ഈ ഫുഡിയുടെ പരിപാടി ഒന്ന് സെറ്റ് ആക്കി. അതിനാണ് എടുക്കുമ്പോ 2 എടുക്ക്, അപ്പൊ ഒറ്റ മെനക്കേടി പരിപാടി കഴിയും. കാശില്ല വേണ്ട, തൽക്കാലം 2 മാത്രം മതി. ശരി. അതെ, ഈ ടീച്ചർ എവിടെയാ? ഇതാ അവിടെ ഉണ്ട്. ആ, ഇവളാ. കേറിക്കോ. ക്ലച്ച് പയ്യെ വിടണേ. അതെ, നേരെ. ഹലോ, എന്തേ? ഗ്രൗണ്ടിലോട്ട് വരാൻ പറഞ്ഞു. ഓ, താനാണല്ലേ ആശാൻ പറഞ്ഞ പുതിയ സ്റ്റുഡന്റ്. മര്യാദക്ക്. ഹലോ, വണ്ടി ഓടിക്കാൻ അറിയോ? വണ്ടി ഓടിക്കാൻ അറിയെങ്കിൽ ഇങ്ങോട്ട് വരുമോ? നേരെ നേരെ. ഇത് ഒഴിഞ്ഞു പോണം. 4 വീലറിന് പോകേണ്ടവരൊക്കെ പൊക്കോട്ടാ. അപ്പൊ ഞാനാ? താ ഇവിടെ നിക്ക്. ക്ലച്ച് ഓഫ് ചെയ്യ്. ഇറങ്ങിക്കോ. ഇത് ക്ലച്ച്, ഗിയർ, ആക്സിലറേറ്റർ, ഇവിടെ ബ്രേക്ക്. ഇതൊക്കെ എനിക്കറിയാം. എന്നാലും പറയും, ഇതെന്റെ ഡ്യൂട്ടിയാണ്. ഓ, പിടിച്ചോ. മാറി. അല്ല, എങ്ങോട്ടാ? വണ്ടി ഓടിക്കാൻ. ആദ്യം തള്ളി പഠിക്ക്. എനിക്ക് സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ട്. ഞാനാ ടീച്ചർ, ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടാ മതി. എന്നാ പിടിച്ചോ, തള്ളിക്കോ. ഒറ്റയ്ക്കോ? തള്ളടോ. നല്ലോണം തള്ളു. നല്ലോണം തള്ളങ്ങോട്ട്. എന്റെ പൊന്നെ, ഇന്നേ അവന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. പ്രസിഡന്റ് സ്ഥാനം പോയ ചെന്നിത്തല പോലെ ഇരുന്നേച്ചു. എന്താ ചിരിക്കാത്ത? ഓ, എനിക്കതിന് വലിയ കോമഡി ഒന്നും തോന്നിയില്ല. കൊച്ചു നമ്മൾ കാരണം അവനല്ലേ ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോ പകയല്ല വേണ്ടത്, ഹെൽപ്പ്. ടീച്ചറെ, ചേച്ചി, ഓ, ആ രാജേഷ് ഇല്ല അവിടെ? അറിഞ്ഞില്ലേ? എന്ത് പറ്റി? ഹെൽത്തുകാർ വന്നേ എല്ലാം പൂട്ടിക്കെട്ടി. ഇപ്പൊ വലവലിക്കില്ല പണി. കണ്ടക്കളവിലേക്കാനും കാണും. അവിടെ വേറെ ആരുമില്ലേ? അവന് തന്നെല്ലാം ചെത്തിട്ടേ കൊറേ നാളായി. നീർക്കൂണൻ